ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്കുള്ള പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചുട്ടെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, കൂടുതൽ മെനക്കേടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 3 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അലിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകത്തിന് പകരമായിട്ട് എള്ളുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് രണ്ടും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നല്ല തിളച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി, നല്ല തിളച്ചിട്ടുള്ള ആ ഒരു ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം അതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഏലക്കാപ്പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് മാവ് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെന്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞാൽ അടപ്പ് തുറന്നതിന് ശേഷം ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. പിന്നെ വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കോല് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുകയും ചെയ്യാം. പക്ഷേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പൊടിയൊക്കെ വെച്ചിട്ട് മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ വെള്ളപ്പച്ചട്ടിയിലാണ് അന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഏകദേശം കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചറിലുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവ് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ചെറിയ ഉള്ളി നെയ്യിലൊന്ന് വറവിട്ടിട്ട് ആണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ മുകളിൽ ഐക്കാർഡിലും കൊടുക്കാം. ഇനി ഇതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം. നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വലിയ മെനക്കേടുമില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.